KFM ചർച്ച് വിതുരയാണ് ഒരുക്കുന്നത്. അവരുടെ കൊയ്ത്തിന്റെ യജമാനൻ എന്ന സ്കിറ്റാണ്. അപ്പോൾ നമുക്കവരെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുത്തേ. We welcome the Vidura Church team on the stage. നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. സുവിശേഷ ഘോഷണത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു യുവാവിന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഒരു ദൃശ്യ ആവിഷ്കാരം. കൊയ്ത്തിന്റെ യജമാനൻ. മനുഷ്യനെ, നിങ്ങൾ എവിടെ ഈ ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി വെച്ചോണം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ സംഭവിച്ചതുപോലെ എവിടെ ഇരിക്കുന്നത് എന്നോട് ചോദിക്കരുത് ബൈബിള്. അല്ല അമ്മച്ചി, അപ്പച്ച ശനിയാഴ്ച പോയിട്ട് എടുക്കാറുണ്ട്. എന്നാലല്ലേ ഞായറാഴ്ച പ്രബോധിപ്പിക്കാൻ പറ്റൂ. എന്താ വേടാ രണ്ടുപേരും കൂടെ ആരാധന കഴിഞ്ഞു വന്നിട്ട് അപ്പച്ചനെ ഊതുക? എന്തായാലും ഇന്നത്തെ ആരാധന വളരെ അനുഗ്രഹമായിരുന്നു അല്ലേ അച്ചായ? ഇന്നത്തെ എന്റെ പ്രബോധനം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ഈ മൂപ്പന്മാരെല്ലാരും കൂടി പ്രബോധിപ്പിക്കാനേ സമയം എടുത്തു കഴിഞ്ഞാലേ ഈ പാസ്റ്റർമാർക്കൊക്കെ നല്ല പ്രസംഗം എങ്ങനെയാ പ്രസംഗിക്കാൻ സമയം കിട്ടുന്നേ? ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു അമ്മച്ചി. ഓ, മോൻ ഇന്ന് പതിവില്ലാതെ അപ്പന് ഭയങ്കര സപ്പോർട്ടാണല്ലോ. എന്താ കാര്യം? പിന്നല്ലാതെ അത് അങ്ങനല്ല വരത്തുള്ളൂ. കുറെ നേരമായിട്ട് ഫോൺ റിങ്ങിയല്ലോ. നീ കുറ്റം പറഞ്ഞോണ്ടിരിക്കാതെ ആ ഫോൺ പോയി എടുക്കടി. ദുബായിൽ നിന്ന് ജോണിക്കുട്ടിയായിരിക്കും. അവനാണല്ലോ സാറിന് ഈ സമയത്ത് വിളിക്കാറുള്ളത്. ഹലോ മോനെ ജോണിക്കുട്ടി, നീയാണോടാ? ഹലോ, ആ മോനെ കേൾക്കുന്നുണ്ടാ? പറഞ്ഞോ, എന്തുണ്ട് വിശേഷം? പിള്ളേരൊക്കെ എന്ത് ചെയ്യണോ മക്കളെ? മേരിക്കുട്ടി എന്തിയേ? അവക്ക് ഇന്നും ഡ്യൂട്ടിയാണോ? അവളുള്ള ഡ്യൂട്ടി എല്ലാം ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോടാ. ചുമ്മാ അല്ല അപ്പച്ചനെ അമ്മച്ചിയും മക്കൾ ഓർത്തല്ലയോ? മോനെ, പിന്നെ ഈ കുവൈറ്റിലൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കം അത് പറഞ്ഞു കേട്ടല്ലോ. ദുബായിൽ വല്ല കുഴപ്പമുണ്ടോടാ? അയ്യോ, ആണോ? അത് ശരി, അവിടെയും പ്രശ്നമായി തുടങ്ങിയോ? ഇവിടുത്തെ കാര്യം മക്കൾ അറിയാമല്ലോടാ. എന്റെ ദൈവമേ, ആ ദിവസത്തെ പറ്റി ഓർക്കാൻ കൂടെ വയ്യ പൊന്നു മോനെ അമ്മച്ചിക്ക്. നമ്മളും കുറെ പോയി കൊടുത്തറ മക്കളെ, കുറെ ക്യാമ്പിലൊക്കെ. റാന്നിയിലൊക്കെ ഇപ്പൊ ഒരുവിധമൊക്കെ ശരിയായി വരുന്നുണ്ട്, കുഴപ്പമില്ല. എന്തോ മക്കളെ, വിസയോ? ആർക്ക്? അപ്പച്ചനോ അമ്മച്ചിക്കോ? വേണ്ടാന്ന് പറയടി. അവിടെ ഇപ്പൊ 4 മാസത്തെ പൊതുവാ പിന്നലെ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അവിടെയൊക്കെ മീഡിയ കിട്ടാൻ വലിയ പാടാ. അതിന് പിള്ളേരെ നോക്കാനാടി, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. വേണ്ടാന്ന് പറ. ഓ, വേണ്ടടാ മക്കളെ. അപ്പച്ചനോടൊന്ന് ചോദിക്കട്ടെ. മോനെ അപ്പച്ചൻ എന്താ പറയണമെന്ന് പറയും നിന്നോട്. ഞാൻ കൊടുക്കട്ടെ, അപ്പച്ചന്റെ കൊടുക്കാം ഫോണ്. എന്താ മനുഷ്യ നിങ്ങൾ പറയാൻ? ഹലോ മോനെ ജോണിക്കുട്ടി, വിസിറ്റേഴ്സിന്റെ കാര്യമൊക്കെ അവിടെ നിക്കട്ടടാ. ഇപ്പൊ എന്തായാലും അപ്പച്ചനും അമ്മച്ചിക്കൊന്നും വരാൻ പറ്റത്തില്ല. ഇപ്പൊ ഡിസംബർ 1 തീയതി ആയില്ലോടാ. ഇനിയിപ്പം വേണ്ടേ ഈ ആണ്ടരയോഗമായി, പല വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയായി, ഇനി ചർച്ചിന്റെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ എന്തായാലും മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം ജനുവരിയൊക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വിസിറ്റേഴ്സിന്റെ കാര്യം ഉണ്ടല്ലോ, അതൊക്കെ അപ്പച്ചൻ കുറച്ച് കഴിയുമ്പോൾ ജനുവരിയൊക്കെ ആകുമ്പോൾ അപ്പച്ചൻ അങ്ങോട്ട് വിളിച്ചിട്ട് ആലോചിച്ചിട്ട് പറയാം, കേട്ടോ മോനെ. പിന്നെ ഒത്തിരി ദിവസമായിട്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എടാ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം അപ്പച്ചൻ പറയുന്നത്, നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എടാ, ഈ ദശാംശം എന്ന് പറയുന്നതൊക്കെ ദൈവം നമുക്ക് തരുന്ന നന്മയെ നമ്മൾ വേർതിരിക്കുന്നതാണ്. നീ അതെ ഈ നോക്കിയും കണ്ടുമൊക്കെ വേണം ചെലവാക്കാനായിട്ട്. ഒന്നാമത് അവിടെ ഇഷ്ടംപോലെ വിസിറ്റിംഗ് പാസ്റ്റർമാർ വന്നു പോകുന്ന അപ്പച്ചൻ കേൾക്കുന്നുണ്ട്. എടാ, ഈ ഒരു കണക്കൂട്ടലില്ലാതെ ഈ കാര്യങ്ങളൊന്നും ചെലവാക്കരുത്. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നില്ലയോടാ പ്രമാണം. അല്ലല്ലല്ല, നാട്ടുപ്രമാണം. അവനെന്തോ പറഞ്ഞാലും ബൈബിളിലെ ഒരു കാര്യം. എടാ, ഈ ദശാംശം നിനക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ വയ്യാങ്കിലേ നീ ആ പൈസ ഇങ്ങോട്ട് ഞായിക്ക. അപ്പച്ചയുടെ വേണ്ട രീതിയിലൊക്കെ ആ കാര്യങ്ങളും ചെയ്തോളാം, കേട്ടോടാ മതി. ഓക്കെ മോനെ, എന്നാ വെക്കട്ടേടാ. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നടാ. എടാ, ആരാധന കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞങ്ങൾ നീ നാളെ കാണുന്നു വിളിക്കുവാനെ, കേട്ടോ? ഓക്കെ ബൈ. ഓ മനുഷ്യനെ, നിങ്ങളോ ദശാംശം കൊടുക്കുന്നില്ല, ആ കൊടുക്കുന്ന അവനെ എങ്കിലും ഒന്ന് സമ്മതിക്കുക.
എന്തിനാ വെറുതെ ഇങ്ങനെ ദൈവശാപം കുടുംബത്തിൽ വലിച്ചു വരുത്തുന്നേ? എടി ഞാൻ ദശാംശം കൊടുക്കുന്നില്ലെന്ന് ആരാടി പറഞ്ഞത്? എടി നീ ഈ നാളായിട്ട് എല്ലാം പ്രാർത്ഥനയ്ക്ക് ഓട്ടോ വിളിച്ചുകൊണ്ട് പോകുന്ന ഈ ഓട്ടോ കൂലി, പിന്നെ നമ്മുടെ സഭായോഗത്തിൽ ഇടുന്ന സ്വോത്ര കാഴ്ച, പിന്നെ ഇവിടെ നടത്തുന്ന പ്രാർത്ഥനയ്ക്കല്ല, ഇടപ്രാർത്ഥനയ്ക്കല്ല നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിന്റെ പൈസ, പിന്നെ ഇവിടെ വരുത്തുന്ന മാസികയുടെ മുഴുവനും വരിസംഖ്യ, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാ അവിടെ നിന്ന് അറിയാൻ ബാക്കി ഇങ്ങോട്ട് തരണം. അറിയാവൂടി? എല്ലാം കൂടെ കൂട്ടി വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്നോട്ടോ നിങ്ങള്. പറച്ചിലൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല. പറഞ്ഞാലൊട്ട് നിങ്ങൾ കേൾക്കത്തുമില്ല. ഞാൻ പോവാ, അടുക്കള എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. വയറ് വിശന്നിരിക്കുമ്പോഴാ അവിടെ ഒരു ഡയലോഗ്. പോയി ചോറോളം പടി, ചുമ്മാ മനുഷ്യനെ ചൂട് പിടിപ്പിക്കാതെ. അപ്പച്ച, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് മോനെ ഇത്ര കാര്യമായിട്ട് അപ്പച്ചനോട് പറയാനുള്ളത്? നിനക്കെന്താ ഇപ്പം കല്യാണം കഴിക്കണോ? അപ്പച്ചൻ തമാശകളാ. ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ടാ പറയാൻ വന്നേ. എടാ മോനെ, കല്യാണം കഴിഞ്ഞിട്ട് അപ്പച്ചനും ഇത്രയൊക്കെ സീരിയസ് ആയി? അതല്ല അപ്പച്ച, അപ്പച്ചന്റെ ഇന്നത്തെ പ്രബോധനത്തിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. എടാ മോനെ, എന്തോ നീ പറഞ്ഞേ? എടാ നിന്നോടോ ദൈവാത്മാവോ? എന്റെ പ്രബോധനത്തിലോ? എടി മറിയാമേ, നീ ഇത് കേട്ടോടി? എടി എന്റെ പ്രസംഗത്തിൽ ദൈവാത്മാവ് സംസാരിച്ചെന്ന്. ഓ, എന്തോ അവിടെ വന്ന പാടെ അപ്പനും മോനും കൂടെ അങ്ങ് തുടങ്ങിയോ? അതെ, ദൈവാത്മാവ് എന്തുവാണ് നിന്നോട് സംസാരിച്ചത്? ഇന്ന് അപ്പച്ചൻ പ്രബോധിപ്പിച്ചപ്പോഴേ സുവിശേഷ വേലയ്ക്ക് ചെറുപ്പക്കാർ ഇറങ്ങണമെന്ന് ആഹ്വാനം കൊടുത്തില്ലേ? അപ്പൊ ഞാനും സുവിശേഷ വേലയ്ക്ക് അങ്ങ് സമർപ്പിച്ചു. എടാ മോനെ, അത് നിന്നെ ഉദ്ദേശിച്ചല്ലടാ അപ്പച്ചൻ പറഞ്ഞത്. എടാ ആ പീലിപ്പോസിന്റെ മോനെ ഉദ്ദേശിച്ച. അപ്പുറത്തെ പീലിപ്പോസിന്റെ മോൻ ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടി അഡ്മിഷനൊക്കെ തയ്യാറാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അവരിട്ട് ഞാനൊന്ന് വെച്ചതാ. നിന്നോട് ആരാ പറഞ്ഞത് അങ്ങോട്ട് കേറി കേൾക്കാൻ? അതെ അപ്പച്ച. പിന്നെ എടാ നിന്റെ സുവിശേഷ വേലയ്ക്ക് വിടാനായിരുന്നെങ്കിൽ എനിക്ക് ഈ MBA വരെ പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നീ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ വല്ല ബൈബിൾ കോളേജിൽ കൊണ്ട് വിടുവായിരുന്നു. ഇതിനുവേണ്ടിയാണോ ഞാൻ ഇത്രയും രൂപ മുടക്കി നിന്നെ പഠിപ്പിച്ചത്? എടാ മോനെ, അപ്പച്ചന് നിന്നെ കുറിച്ച് എന്റെ ജീവിതത്തിൽ കുറെ സ്വപ്നങ്ങളുണ്ട്. നീ ഇതെല്ലാം കൂടെ തല്ലി ഉടക്കരുത്. നിന്നെ ഒന്ന് നല്ലൊരു ജോലിയിലും നല്ലൊരു സ്ഥാനത്തും ഒക്കെ ആയിട്ട് വേണം അപ്പച്ചനൊന്ന് വിശ്രമിക്കാൻ. എടാ ഈ കുടുംബത്തിന്റെ ഭാവി നീയാ. അതേസമയം ആ ജോണിക്കുട്ടിയെ പഠിച്ചിറങ്ങിയപ്പോഴെങ്ങാണോ ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ സമ്മതിക്കുമായിരുന്നു. കാര്യം അവനെ അപ്പച്ചൻ അധികം ഒന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ നിന്നെ ഇത്രയും MBA വരെ പഠിപ്പിക്കാൻ അപ്പച്ചൻ എന്തുമേടി രൂപ മുടക്കി. ഇതെല്ലാം കൂടെ ഒറ്റ നിമിഷം കൊണ്ട് തല്ലി ഒടിക്കുന്ന വർത്താനം ഒന്നും പറയല്ലേ? അല്ല അപ്പച്ച, എന്തുകൊണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകണ്ട എന്ന് പറയുന്നേ? കുറെ നാളായിട്ട് ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെടുന്നു. എടാ മോനെ, ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ എടാ കുഞ്ഞെ, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. അല്ല, നിനക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടുകൂടാ. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ബീന ചേച്ചി എന്തിനാ പാസ്റ്ററെ കൊണ്ട് കെട്ടിച്ചേ? എടാ മോനെ, അതിന്റെ കുട്ടൻസേ ഇന്ന് വരെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അത് നിന്റെ ഈ അമ്മച്ചിയോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എടാ ഇന്ന് വേണമെങ്കിൽ അത് ഞാൻ നിന്നോടും പറയാം. എടാ എന്റെ മോള്, അതായത് നിന്റെ പെങ്ങള് ബീന, ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമായിരുന്നു? ഈ അപ്പച്ചൻ പറയുന്ന അനുസരിക്കുമായിരുന്നു? ഈ അമ്മച്ചി പറയുന്ന അനുസരിക്കുമായിരുന്നു? എടാ അങ്ങനെയുള്ള അവളെ പിടിച്ച് ഞാൻ ഒരു സാധാരണക്കാരന് കെട്ടിച്ചു കൊടുത്താ 4 ദിവസം കഴിയുമ്പോൾ അവൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിടുക. അതേസമയം അവനൊരു പാസ്റ്റ് ആണെങ്കിൽ ഭാര്യയെ തല്ലാൻ പറ്റൂ, ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റൂ, പിന്നെ കർത്താവ് കൊടുത്തൊരു കുരിശാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടന്നോടാ. അതായിരുന്നില്ലേ അപ്പച്ചന്റെ മനസ്സിലിരിക്കുന്നത്? എന്റെ ദൈവമേ, നീ അവനോട് ഇതൊന്നും പറയില്ലേ? ഇപ്പൊ സാഹചര്യം വന്നോണ്ട് അപ്പച്ചൻ നിന്നോട് അങ്ങ് പറഞ്ഞതാ. അതൊക്കെ പറഞ്ഞില്ലേ, ഈ വീട്ടിൽ നിനക്ക് സുന്ദരവേളയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ദൈവസേന എടുത്ത തീരുമാനത്തിൽ മാറ്റമില്ല. അത് ഉറപ്പാണ്. മോനെ, ഇപ്പൊ തന്നെ തിരുവല്ലയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പാസ്റ്റുമാരെ തടുത്ത് ആളുകൾ ഇറങ്ങിയാൽ മതി. അപ്പച്ച, അതിനെനിക്ക് തിരുവല്ല ദർശനമല്ല, നോർത്ത് ഇന്ത്യയിൽ പോയി ദൈവവേല ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. എടാ അതിന് 10ാം ക്ലാസ് കഴിഞ്ഞ് എത്രയോ എണ്ണം ഉണ്ട്. അവരെല്ലാം പോയി പഠിച്ചിട്ട് വേണമെങ്കിൽ ഹിന്ദിയും കൂടെ പഠിച്ചിട്ട് പൊക്കോട്ടെ. അത് നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? എത്രയോ എണ്ണം ഉണ്ട്. ഓ, ഞാൻ എത്ര പറഞ്ഞാലും ഇവന്റെ തലയിലോട്ട് കയറത്തില്ല. ഞാൻ മടുത്തു. ഇനി ഞാൻ ജോണിക്കുട്ടിയെ വിളിച്ച് ഇവനെ ഒന്ന് വിദേശിക്കാൻ പറയട്ടെ. ഹലോ, എടാ മോനെ ജോണിക്കുട്ടിയാണോ? എടാ മോനെ ജോണിക്കുട്ടി, നമ്മുടെ സണ്ണിമോൻ പോയടാ. ആ
അവൻ ജീവനോടുണ്ട്. അവൻ സുവിശേഷ വേലയ്ക്ക് പോകുന്നെന്ന്. എടാ അപ്പച്ചൻ എത്ര ഉപദേശിച്ചിട്ടും അവൻ തറുതല പറഞ്ഞു നിൽക്കുക. നീ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കടാ. എടാ അവന് സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് ഒരേ പിടിവാക്കി. ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കി മോനെ. അല്ലല്ലല്ല, അവനെ അങ്ങനെ ദൈവം പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എടാ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തില് അപ്പച്ചൻ അവനെ ഇത്രയും പഠിപ്പിച്ചത് സുവിശേഷ വേലയ്ക്ക് വിടാനാണോ? നീ ആ കാര്യമൊക്കെ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ മോനൊരു കാര്യം ചെയ്യും. അവിടെ വിസിറ്റ് വിസയ്ക്ക് എത്രയോ ആൾക്കാർ വരുന്നു. ഈ ഒരു വിസിറ്റ് വിസ എടുത്ത് അവനെ അങ്ങോട്ടൊന്ന് കൊണ്ടു. അവിടെ ഞാൻ ഒരു ജോലി വല്ലതും വാങ്ങിച്ചു കൊടുക്കും. കുറച്ച് നാളൊക്കെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴേ അവന്റെ ഈ സ്വഭാവത്തിനൊക്കെ ഒരു വ്യത്യാസം വരും. അവിടെ ഇപ്പം തന്നെ ചർച്ചിൽ 13 ഉണ്ടെന്നോ? അത് സാരമില്ലടാ. എടാ അവിടെ പാസ്റ്ററും ആ ചർച്ചും ഒക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരല്ലയോ? അവര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിക്കോളും. നീ ഇവനെ കൂടെ ഒന്ന് കൊണ്ടുപോകും. ഒന്നും പറയാനായിട്ട് എന്റെ ചെന്നിത്തലേന്ന് വേറെ ഒരാളും കൂടെ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററും കൂടെ അങ്ങോട്ട് വന്നില്ലയോ? അവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ച് ഇവർക്കെല്ലാം ജോലി വാങ്ങിച്ചു കൊടുത്തോളൂ. നീ ഇവനെ ഒരു വിസിറ്റേഴ്സ് എടുത്ത് അങ്ങോട്ടൊന്ന് കൊണ്ടുപോയാൽ മതി. ഓക്കെ? ഞാൻ മോനെ ചെയ്യണേടാ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ അവനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ച് നോക്ക്. അവന്റെ മനസ്സ് മാറുവാണെങ്കിൽ അപ്പച്ചൻ അവനിപ്പോഴെ വിടുന്നില്ല. അവൻ കുറച്ചാളും കൂടി ഇവിടെ നിന്നോട്ടെ. ഓക്കെ മോനെ, ഓക്കെ വെക്കട്ടേടാ. ഓക്കെ വിളിക്കണേടാ. അമ്മച്ചി ഞാൻ ഗൾഫിലൊന്നും ജോലിക്ക് പോകുന്നില്ല, നീ അപ്പച്ചനോട് പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. മോനെ നീ വിഷമിക്കണ്ട. ഇപ്പൊ അപ്പച്ചന്റെ തലയിൽ ഒന്നും കേറത്തില്ല. പിന്നെ അമ്മച്ചി സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ഒന്ന് പറഞ്ഞ കേക്ക് അപ്പച്ചൻ. എന്റെ ദൈവമേ, ഇപ്പം പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കെല്ലാം എങ്ങനെ 4 പുത്തൻ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ്. അന്നേരം ഞാൻ ഇവിടെ ഒരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന്. ഇവരെയൊക്കെ തലയിൽ എന്തോ പറ്റിയത്. എന്റെ ദൈവമേ, ഇന്നത്തെ സാഹചര്യത്തിലേക്ക് ജീവിക്കണമെങ്കിൽ മാസം എത്ര രൂപയുണ്ടെങ്കിൽ പറ്റും. ഇവൻ മാസം ശമ്പളം വാങ്ങിച്ച് എന്റെ കൈ കൊണ്ട് തരുന്ന സ്വപ്നമൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അല്ല, ഇവൻ ഇവിടുത്തെ നിലയും വില അനുസരിച്ച് ഒരു കല്യാണം കഴിക്കുമ്പോൾ നല്ലൊരു തുക സ്ത്രീധനം കിട്ടുന്ന ഇതെങ്കിലും ഇവൻ വിചാരിക്കണ്ടേ? ഇപ്പൊ എല്ലാം കളഞ്ഞു കുളിച്ചു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയേക്കോ. ഇതെല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര നെഞ്ചുവേദന. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്റെ ദൈവമേ. എടി മറിയമേ, നീ വെള്ളം എടുക്കടി, വേർക്കുന്നടി. അയ്യോ എന്താ പറ്റി മനുഷ്യൻ നിങ്ങൾക്ക്? എന്തിനാ മനുഷ്യൻ നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ടെൻഷൻ എല്ലാം കൂടെ വിളിച്ച് തലയിൽ വെക്കുന്നേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ സുവിശേഷ വല്ലോ കുറഞ്ഞ ജോലി വല്ലോ ആണോ? നമ്മൾ അപ്പനും അമ്മയൊക്കെ പണ്ടത്തെ കാലത്ത് സുവിശേഷ വലയ്ക്ക് ഇറങ്ങിയിട്ടല്ലയോ ഈ നന്മകളെല്ലാം നമുക്ക് കിട്ടിയത്? അതൊക്കെയല്ലേ നമ്മുടെ തലമുറ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ആവശ്യമില്ല ടെൻഷൻ ഒന്നും എടുക്കാതെ വെച്ചാ. ആരാണ്ട് കൊളിമല്ലടിക്കുന്നില്ലോടി, ഒന്ന് പോയി നോക്ക്. സനുമനെ നീ ഒന്ന് പോയി നോക്കടാ. പാസ്റ്റർ അപ്പച്ച, പ്രൈസോ പാസ്റ്ററെ, വന്നിരുന്നാട്ടെ. ആ പാസ്റ്റർ എന്തായാലും തക്ക സമയത്താ വന്നത്. വാ പാസ്റ്റർ, വാ ഇരിക്ക്. പാസ്റ്ററെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി പാസ്റ്റർ. കുറച്ചു നേരമായി അപ്പനും മോനും കൂടെ തുടങ്ങിയിട്ട്. എന്റെ പാസ്റ്ററെ, ചർച്ചയിൽ നിന്ന് വന്നപ്പോ മുതൽ ഇവന് ദൈവവിളി ഉണ്ടായിരുന്നു. സുവിശേഷ വേലയ്ക്ക് പോകണമെന്നു. ഇത് നേരത്തെ അവൻ തീരുമാനിച്ച് ഉള്ളി വെച്ചിരുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ ഓരോന്ന് ഇറക്കം പറഞ്ഞ് പിടിവാശി എടുക്കുക. ഞാൻ ഇവനോട് മാക്സിമം പറഞ്ഞു നോക്കി. പാസ്റ്ററെങ്കിലും പറഞ്ഞു ഇവനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. പാസ്റ്ററെ മോനെ, നീ വ്യക്തമായി ദൈവശബ്ദം കേട്ടോ? ദൈവം നിന്നെ വിളിച്ചെന്ന് ഉറപ്പുണ്ടോ? മോനെ, സുവിശേഷ വേലയിൽ അറിയപ്പെടാത്തൊരു കാലവുമുണ്ട്, അറിയപ്പെടുന്നൊരു കാലവുമുണ്ട്. അറിയപ്പെടാത്ത കാലത്തിൽ നാം ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയപ്പെടുന്ന ഒരു കാലത്തിൽ നിലനിൽക്കുവാൻ കഴിയുള്ളൂ. വ്യക്തമായി ദൈവശബ്ദം കേട്ടാണ് നീ ഇറങ്ങുന്നുവെങ്കിൽ ഇതൊരു നല്ല തീരുമാനമാണ് മോനെ. എന്റെ ദൈവമേ, പാസ്റ്റർ കൂടി ഇപ്പൊ അവന്റെ കൂടെ ചേർന്നു. നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ എനിക്ക് ആകെ ടെൻഷൻ തരുവാണോ? അപ്പച്ചാ, ലോകത്തിലെ ഏറ്റവും നല്ല ജോലി സുവിശേഷ വേലയാണ്. അതുകൊണ്ടല്ലേ ബില്ലി ഗ്രഹാമിന് അമേരിക്കൻ പ്രസിഡന്റ് പദവി വെച്ച് നീട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എനിക്ക് താഴേക്ക് വരുവാൻ താല്പര്യമില്ല എന്ന്. അപ്പച്ചാ, വ്യക്തമായ ദൈവശബ്ദം കേട്ടുവെങ്കിൽ അവന്റെ തീരുമാനം ഉചിതം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകുന്നതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകേണ്ടതല്ലയോ? ശരി പാസ്റ്ററെ, അവനെടുത്ത തീരുമാനം പോലെ അവൻ ദൈവവേലയ്ക്ക് പോകട്ടെ. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. അതെ അപ്പച്ചാ, നമ്മുടെ സന്തതികൾ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായിട്ട്